അപ്പോൾ കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ ലെറ്റസസും ഒക്കെ എടുത്ത് അവസാനിപ്പിച്ചു. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ ലെറ്റസസ് ചെയ്തിരുന്നില്ല, അത് വിട്ടുപോയിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് മോഷൻ എന്നുള്ള ചാപ്റ്ററിലെ ലെറ്റസസ് ആദ്യം ആൻസർ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്? താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? അത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് വ്യത്യസ്ത സ്വഭാവമുള്ളതായിട്ടുണ്ടാവും, ബാക്കിയുള്ളത് സ്വഭാവത്തിൽ ഏതെങ്കിലും സാമ്യം ഉണ്ടാകും. അപ്പോൾ വെലോസിറ്റി, ആക്സിലറേഷൻ, സ്പീഡ്, ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വെലോസിറ്റി, ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ് ഇത് മൂന്നും, അതായത് പ്രവേഗം, ത്വരണം, സ്ഥാനാന്തരം, ഇത് മൂന്നും സദിശ അളവുകളാണ്, അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റിയാണ്. മറ്റേ സ്പീഡ്, വേഗത, അതെന്താ അദിശ അളവാണ്. അപ്പോൾ ആദ്യത്തെ ഉത്തരം സ്പീഡാണ്. ഇനി ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ ചൈൽഡ് ഈസ് ആസ് ഫോളോസ്. ഒരു കുട്ടി പറയുകയാണ്, എന്താ, മൈ ഡിസ്പ്ലേസ്മെന്റ് ഈസ് 0 ദോ ഐ റാൻ 250 മീറ്റർ. 250 മീറ്റർ ഞാൻ ഓടി എന്നുണ്ടെങ്കിലും എൻ്റെ സ്ഥാനാന്തരം 0ആണ്. വാട്ട് ഈസ് മെന്റ് ബൈ ദിസ്? എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അപ്പൊ നമുക്കറിയാം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഉണ്ടായിരിക്കും, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് 0 ആവും. കാരണം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ്. അപ്പോൾ ആ കുട്ടിയുടെ ഇനീഷ്യൽ പോയിന്റും, അതായത് ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും ഒന്നായിട്ട് വന്നാൽ സ്ഥാനാന്തരം സ്വാഭാവികമായിട്ട് 0 നമ്മളത് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ചാപ്റ്ററിന്റെ വീഡിയോ ഒന്നുകൂടി നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ ആർ സെയിം. രണ്ടും എങ്ങനെയാണ്? അതായത് ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും ഒന്നാണ് എന്ന് കുട്ടിയുടെ പ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കാം. ഇനി ഓൾ ദ ഒബ്ജക്ട്സ് ഹാവിംഗ് യൂണിഫോം സ്പീഡ് നീഡ് നോട്ട് ഹാവ് യൂണിഫോം വെലോസിറ്റി. ഡിസ്ക്രൈബ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾസ്. ഓൾ ദ ഒബ്ജക്ട്സ് ഹാവിംഗ് യൂണിഫോം സ്പീഡ്. യൂണിഫോം സ്പീഡ് ഉണ്ടാകാം, പക്ഷേ യൂണിഫോം വെലോസിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല. ഏറ്റവും നല്ലത് എന്താ? സർക്കുലർ മോഷൻ ആണ്. സർക്കുലർ മോഷന്റെ കേസിൽ വൃത്തപാതയിലൂടെയുള്ള ചലനാണ്. വൃത്തപാതയിൽ ബോഡി ഈ പൊസിഷൻ കൺസിഡർ ചെയ്തു, ഈ പൊസിഷൻ പരിഗണിച്ചു, ഈ സ്ഥാനം പരിഗണിച്ചു, ഈ സ്ഥാനം പരിഗണിച്ചു. ഈ 3 ദിക്കിലെയും പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ദിശ ഇങ്ങനെയാണ്. ടാൻജന്റ് എന്ന് പറയും. ആ വൃത്തത്തിന്റെ ഒരു ടാൻജന്റ് സ്പർശ, ആ ബിന്ദുവിൽ മാത്രം സ്പർശിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖ. അപ്പൊ ഇങ്ങടാണ് ബോഡി ചലിക്കുന്നത്. അപ്പോൾ ഇനി ഇതിന്റെ ദിശ ഇങ്ങടാണ്, കാരണം ഇങ്ങനെയാണ് പോകുന്നത്. ഇത് ഇങ്ങടാണ്, ഇത് ഇങ്ങടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പോയിന്റിലും എന്ത് സംഭവിക്കുന്നു? ഇതിന്റെ ചലന ദിശ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് ഒരു പക്ഷെ എന്താവാം? ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. അത് തുല്യ സമയത്ത് തുല്യ ദൂരം സഞ്ചരിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ യൂണിഫോം സ്പീഡാണ്, പക്ഷേ നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. അതാണ്. അപ്പൊ കൺസിഡർ എ ബോഡി മൂവിങ് അലോങ് എ സർക്കുലർ പാത്ത് വിത്ത് യൂണിഫോം സ്പീഡ്. എന്താണ് എക്സാമ്പിൾ? ഓൾ ഒബ്ജക്ട്സ് ഹാവിംഗ് യൂണിഫോം സ്പീഡ് ഡിഡ് നോട്ട് ഹാവ് യൂണിഫോം വെലോസിറ്റി. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? വർത്തുള ചലനം, വൃത്തപാതയിലൂടെയുള്ള ചലനം പരിഗണിച്ചാൽ എന്ത് സംഭവിക്കുന്നു? പ്രവേഗത്തിന്റെ ദിശ മാറുന്നതിനാൽ എന്തെന്നാ അത് എന്തായിരിക്കില്ല? സമപ്രവേഗ ചലനം ആയിരിക്കില്ല. അപ്പോ കൺസിഡർ എ ബോഡി മൂവിങ് along a circular path with uniform speed, the magnitude of velocity, the direction of velocity changes. അതാണ് രണ്ടാമത്തെ പോയിന്റ്. അവിടെ എന്ത് സംഭവിക്കുന്നു? വെലോസിറ്റിയുടെ ദിശയ്ക്ക്, പ്രവേഗത്തിന്റെ ദിശയ്ക്ക് മാറ്റം സംഭവിക്കുന്നു. ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. അതാണ് സെക്കൻഡ് പോയിന്റ്. ഓക്കെ. അപ്പോ അടുത്തത്, എ ബസ് എ കവേർഡ് 75 മീറ്റർ ഇൻ 5 സെക്കൻഡ്. ബസ് ബി കവേർഡ് 169 മീറ്റർ ഇൻ 3 സെക്കൻഡ്. വിച്ച് ബസ് കവേർഡ് എ ഗ്രേറ്റർ ഡിസ്റ്റൻസ്? ഒരു ബസ് 75 മീറ്റർ, മറ്റേ ബസ് 169 മീറ്ററും സഞ്ചരിച്ചു. ഏത് ബസ്സാണ് കൂടുതൽ ദൂരം സഞ്ചരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എല്ലാവർക്കും എഴുതാൻ പറ്റും. ഏതാ? ബസ് ബി. കാരണം അത് 169 മീറ്റർ ആണ്. വിച്ച് ബസ് ഹാസ് ഹയർ സ്പീഡ്? ഹയർ സ്പീഡ് ചോദിച്ചു കഴിഞ്ഞാൽ സ്പീഡ് കാണണം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ്, സഞ്ചരിച്ച ദൂരം ഡിവൈഡഡ് ബൈ സമയം. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് ആദ്യത്തെ കേസിൽ 75/5. 75/5 എത്രയാണ്? 15 ആണ്. പിന്നത്തെ എത്ര വരും? 169/13. 169/13. 169/13 എന്ന് പറഞ്ഞാൽ 13 ആണ്.
അപ്പൊ ഇതിന്റെ സ്പീഡ് 15 മീറ്റർ പെർ സെക്കൻഡും രണ്ടാമത്തേതിന്റെ സ്പീഡ് 13 മീറ്റർ പെർ സെക്കൻഡും ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് സ്പീഡ് കൂടുക ഏതാ? ബസ് എക്കാണ്. ബസ് സ്പീഡ് എന്താ വരിക? 169/13, 169/13 which is equal to 13 meter per second. ഇനി what is the acceleration of a car which started from rest and acquired a velocity of 40 meter per second in 8 seconds? അപ്പോൾ ഫിസിക്സിൽ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ശീലിക്കേണ്ടതാണ്, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ആദ്യം തന്നിരിക്കുന്ന വാല്യൂസ് എഴുതുക. തന്നിരിക്കുന്ന വാല്യൂസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് എ കാർ സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ്. നിശ്ചലാവസ്ഥയിൽ നിന്നും സഞ്ചരിക്കാൻ തുടങ്ങിയ ഒരു കാറിന്റെ പ്രവേഗം 8 സെക്കൻഡിന് ശേഷം 40 മീറ്റർ പെർ സെക്കൻഡ് ആയാൽ അതിന്റെ ത്വരണം എത്ര? അപ്പോ റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ പ്രവേഗം അവിടെ തന്നിട്ടുണ്ട്, u is equal to 0. തന്നിരിക്കുന്ന വാല്യൂസ് എഴുതുക. അതിനുശേഷം 8 സെക്കൻഡിന് ശേഷം എന്ന് പറഞ്ഞാൽ v വെലോസിറ്റി ആഫ്റ്റർ t സെക്കൻഡ് എത്രയാ? 40 മീറ്റർ പെർ സെക്കൻഡ് ആയി. ദെൻ അങ്ങനെയാണെങ്കിൽ പിന്നെ തന്നിട്ടുണ്ട് t is equal to 8 സെക്കൻഡ്. t is equal to 8 സെക്കൻഡ്. ഇതില് അപ്പോ വാല്യൂസ് എഴുതിയതിനു ശേഷം യൂണിറ്റ് ശരിയാണോ നോക്കുക. യൂണിറ്റ് സമയം സെക്കൻഡിലാണ്, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലാണ്, SI യൂണിറ്റിലാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അതും ശ്രദ്ധിക്കുന്ന ഹാബിറ്റ് ഉണ്ടായിരിക്കണം, ശീലം ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് a is equal to v minus u by t, പ്രവേഗമാറ്റം ബൈ സമയം. അപ്പൊ ഇത് ആദ്യ പ്രവേഗം, അന്ത്യപ്രവേഗം, സമയം is equal to 40 minus 0 divided by 8 is equal to 5 meter per second square. 40 minus 0, 40 minus 0 40 തന്നെ, 40/8 എത്രയാ? 5 meter per second square. ഇനി a car covered the first 400 meter distance with a speed of 8 meter per second, the next 1200 meter with a speed of 12 meter per second, and the last 360 meter of speed of 12 meter per second. Calculate the average speed. ശരാശരി വേഗതയാണ് ചോദിച്ചിരിക്കുന്നത്. കാറ് 400 മീറ്റർ ദൂരം 8 മീറ്റർ പെർ സെക്കൻഡിലും, 1200 മീറ്റർ ദൂരം 12 മീറ്റർ പെർ സെക്കൻഡിലും, 360 മീറ്റർ ദൂരം 12 മീറ്റർ പെർ സെക്കൻഡിലും സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ ശരാശരി വേഗതയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ശരാശരി വേഗത അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ടെക്സ്റ്റിലുണ്ട്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ടോട്ടൽ ഡിസ്റ്റൻസ് കാണാൻ എളുപ്പമാണ്. എത്ര? ആദ്യത്തത് 400, 400 പ്ലസ് 1200 പ്ലസ് 360 ഈസ് ഈക്വൽ ടു 1960 മീറ്റർ. ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ഇനി എന്ത് കാണണം? ടൈം കാണണം. ടൈം കാണാൻ എന്താ നമുക്ക് ചെയ്യാം? സ്പീഡ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ശ്രദ്ധിക്കുക, മലയാളം ശ്രദ്ധിക്കുക. ആകെ സഞ്ചരിച്ച ദൂരം ബൈ ആകെ സമയം. അപ്പൊ ആകെ സഞ്ചരിച്ച ദൂരം നമ്മൾ കണ്ടു എത്രയാ? ടോട്ടൽ ഡിസ്റ്റൻസ് നിങ്ങൾ കൃത്യമായിട്ട് വഴി എഴുതണം. ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 400 പ്ലസ് 400 പ്ലസ് 1200 പ്ലസ് 360. ആകെ സഞ്ചരിച്ച ദൂരം 1960 മീറ്റർ. ഇനി നമുക്ക് ടൈം, ആകെ സമയം കാണും, സമയം തന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്താ അറിയാം? ദൂരം ബൈ വേഗത. ആ ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാം. അപ്പൊ ആദ്യത്തെ കേസില് ദൂരം 400 ആണ്, പ്രവേഗം 8 ആണ്. സ്വാഭാവികമായിട്ടും 50 ടൈമല്ല, 50 സെക്കൻഡ് കിട്ടും. രണ്ടാമത്തെ കേസില് 1200/12 ആണ്, എത്ര കിട്ടും? 100 സെക്കൻഡ് കിട്ടും. മൂന്നാമത്തെ കേസില് 360/12 ആണ്, എത്ര കിട്ടും? 30 സെക്കൻഡ് കിട്ടും. അപ്പൊ ടോട്ടൽ ടൈം ആകെ സമയം ഈസ് ഈക്വൽ ടു 50 പ്ലസ് 100 പ്ലസ് 30 ഈസ് ഈക്വൽ ടു 180 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ്, ശരാശരി വേഗത, ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ എത്ര വരും? ആകെ സഞ്ചരിച്ച ദൂരം ബൈ ആകെ സമയം. ഇതാണ്. ഓക്കെ, അടുത്ത എത്ര? 10.8. ഇനി ഡസ് എ ബോഡി ഹാവ് ആക്സലറേഷൻ ദ ഫോളോവിങ് സിറ്റുവേഷൻസ് വൈ? താഴെ തന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ
വസ്തുവിന് ത്വരണം ഉണ്ടോ? എ ബോഡി ട്രാവലിംഗ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ വിത്ത് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അപ്പം തീരുമാനിക്കാം, സമപ്രവേഗത്തോടെ സഞ്ചരിക്കുന്ന, നേർരേഖയിലൂടെ സഞ്ചരിക്കുന്ന വസ്തു. സമപ്രവേഗം എന്ന് പറഞ്ഞാൽ അപ്പം തീരുമാനിക്കാം പ്രവേഗത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല. പ്രവേഗത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല, ത്വരണമില്ല. പ്രവേഗത്തിന് മാറ്റം ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ത്വരണം ഉണ്ടാകുന്നത്. അപ്പോൾ ദർ ഈസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി. കാരണം അതാണ്, അത് ത്വരണമില്ലാത്ത അല്ലെങ്കിൽ ആക്സലറേഷൻ ഇല്ലാത്ത ചലനാണ്. ഇനി എ ബോഡി ട്രാവലിംഗ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ വിത്ത് നോൺ യൂണിഫോം വെലോസിറ്റി. നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഉണ്ട്, ആക്സലറേറ്റഡ് മോഷൻ ആണ്. പിന്നെയോ കാരണം എന്താ? വെലോസിറ്റി ചേഞ്ചസ്. ഇനി പ്രവേഗത്തിന് മാറ്റം വരുന്നു, ത്വരണമുള്ള ചലനമാണ്, പ്രവേഗത്തിന് മാറ്റം വരുന്നു. എ ബോഡി ട്രാവലിംഗ് അലോങ് എ സർക്കുലർ പാത്ത് വിത്ത് യൂണിഫോം സ്പീഡ്. അപ്പോൾ സർക്കുലർ പാത്ത് നമ്മൾ പറഞ്ഞതാണ്, സർക്കുലർ പാത്തിൽ ഒരിക്കലും യൂണിഫോം വെലോസിറ്റി സാധ്യമല്ല, സമപ്രവേഗം സാധ്യമല്ല. കാരണം പ്രവേഗത്തിന്റെ ദിശ നിശ്ചയമായും മാറിക്കൊണ്ടിരിക്കും. അതിനാൽ അത് എപ്പോഴും അസമപ്രവേഗം ആയിരിക്കും, അല്ലെങ്കിൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം ഉണ്ടായിരിക്കും. അപ്പോൾ ത്വരണം ഉള്ളതാണ്. കാരണം എന്താ? ഡയറക്ഷൻ ചേഞ്ചസ്, ദിശ, പ്രവേഗത്തിന്റെ ദിശ മാറുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി എ ബോഡി ട്രാവലിംഗ് അലോങ് എ സർക്കുലർ പാത്ത് വിത്ത് നോൺ യൂണിഫോം സ്പീഡ്. നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഓൾറെഡി മാഗ്നിറ്റ്യൂഡും വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതിന്റെ പരിമാണം അല്ലെങ്കിൽ അളവും ചേഞ്ച് ചെയ്യുന്നുണ്ട്, പ്രവേഗത്തിന്റെ പരിമാണവും ദിശയും മാറുന്നു. കാരണം നോൺ യൂണിഫോം സ്പീഡാണ്, അതുമാതിരി തന്നെ സർക്കുലർ മോഷനുമാണ്. അപ്പോൾ ആക്സലറേഷൻ ഉണ്ട്, ആക്സലറേറ്റഡ് മോഷൻ ആണ്. ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ചേഞ്ചസ്. ഇനി അടുത്തത്, എ ലോറി ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് കെയിം ടു റെസ്റ്റ് ഇൻ 5 സെക്കൻഡ്. വാട്ട് ഈസ് ദ ആക്സലറേഷൻ? വീണ്ടും അതെ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്ന വാല്യൂസ് എഴുതുക ഫിസിക്സിൽ, അങ്ങനെയാണ് ശീലിക്കേണ്ടത്. അപ്പോൾ എ ലോറി ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ്, 30 മീറ്റർ പെർ സെക്കൻഡ് ട്രാവൽ വിത്ത് എ വെലോസിറ്റി ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ്, 30 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടു കൂടി സഞ്ചരിക്കുന്ന ലോറി. അപ്പൊ അതിന്റെ ആദ്യ പ്രവേഗമാണ് 30 മീറ്റർ പെർ സെക്കൻഡ്. ഇനി കംസ് ടു റെസ്റ്റ്, നിന്നു എന്ന് പറഞ്ഞാൽ വി, അന്ത്യപ്രവേഗം 0. അതിന് എത്ര സമയം എടുത്തു? ടി സെക്കൻഡ് എടുത്തു. എന്താണ് നമ്മൾ ചോദിച്ചത്? ആക്സലറേഷൻ അല്ലെങ്കിൽ ത്വരണം. മലയാള മീഡിയംകാര് ത്വരണം. എ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ഈസ് ഈക്വൽ ടു 0 മൈനസ് 30 ഡിവൈഡഡ് ബൈ 5 സെക്കൻഡ് അല്ലേ? 5 സെക്കൻഡ്, 5 ഈസ് ഈക്വൽ ടു -6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ത്വരണത്തിന്റെ യൂണിറ്റ്. നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലും ത്വരണത്തിന്റെ യൂണിറ്റ് എഴുതണം. നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത് വെലോസിറ്റി കുറയാണ് എന്നാണ്. ഇനി വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ കാർ 30 സെക്കൻഡ് ഇഫ് ഇറ്റ് ഈസ് ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി 15 മീറ്റർ പെർ സെക്കൻഡ്? അപ്പോ ഡിസ്പ്ലേസ്മെന്റ് എളുപ്പമാണ്. സ്ഥാനാന്തരമാണ് ചോദിച്ചിരിക്കുന്നത്. സ്ഥാനാന്തരം എന്ത് തന്നിട്ടുണ്ട്? പ്രവേഗം തന്നിട്ടുണ്ട്, സമയവും തന്നിട്ടുണ്ട്. അപ്പൊ വെലോസിറ്റി തന്നിട്ടുണ്ട്, പ്രവേഗം സമം 15 മീറ്റർ പെർ സെക്കൻഡ്, സമയം സമം 3 സെക്കൻഡ്. എത്രയാ? 30 സെക്കൻഡ്. 30 സെക്കൻഡ്. നമുക്കറിയാം സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് is equal to velocity into time. എങ്ങനെ കിട്ടുന്നത്? വെലോസിറ്റിയുടെ ഇക്വേഷൻ പഠിച്ചിട്ട് വെലോസിറ്റി സമം ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. സ്വാഭാവികമായിട്ടും ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പൊ എത്ര കിട്ടി? 15 ഇൻറ്റു 30 ഈസ് ഈക്വൽ ടു 450 മീറ്റർ. 450 മീറ്റർ. ഇനി 10ാമത്തെ ചോദ്യം, ഏറ്റവും അവസാനത്തെ ചോദ്യം. ഒബ്സർവ് ദ ഫിഗർ ഷോവിംഗ് ദ പാത്ത് ഓഫ് എ ബോഡി വിച്ച് സ്റ്റാർട്ടഡ് ഫ്രം എ ആൻഡ് മൂവ്ഡ് ടു സി ത്രൂ ബി. ആ ചിത്രം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ? ഇത് 60 മീറ്റർ 6 സെക്കൻഡ്, 40 മീറ്റർ 4 സെക്കൻഡ്, ഈ ഡിസ്റ്റൻസ് വന്നിട്ട് 70 മീറ്റർ. നമ്മളോട് ചോദിച്ചത് കാൽക്കുലേറ്റ് സ്പീഡ് ഓഫ് ദ ബോഡി. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പൊ സ്പീഡ് ഈസ് ഈക്വൽ ടു സ്പീഡ്, വേഗത. വേഗത എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്? വേഗത സമം ദൂരം, സഞ്ചരിച്ച ദൂരം ബൈ സമയം. സഞ്ചരിച്ച ദൂരം എത്രയാ? 60 40. ഇതാണ് സഞ്ചരിച്ച ദൂരം. കാരണം
ABC പറഞ്ഞിട്ടുണ്ട്. ABC body which started from A moved to C through B. A യിൽ നിന്ന് സിയിലേക്കാണ് സഞ്ചരിക്കുന്നത് ത്രൂ ബി. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ സഞ്ചരിച്ചു. അപ്പൊ 60 + 40 ഡിസ്റ്റൻസ് എത്രയാണ്? 100 മീറ്റർ. 60 + 40 അതിനെടുത്ത സമയം ഇവിടെ 6 സെക്കൻഡ്, ഇത് 4 സെക്കൻഡ്. അപ്പൊ എത്രയാ? 10 സെക്കൻഡ്. 100/10 = 10 മീറ്റർ/സെക്കൻഡ്. വേഗത 10 മീറ്റർ/സെക്കൻഡ് ആണ്. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി? വെലോസിറ്റി കാണണമെന്നുണ്ടെങ്കിൽ അവിടെ വെലോസിറ്റിക്ക് പ്രവേഗം, പ്രവേഗം സമം ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ സമയം, ടൈം. സ്ഥാനാന്തരം ബൈ സമയം. അവിടെ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യസ്ഥാനം ഇതാണ്, ഇവിടുന്ന് അങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്. അന്ത്യസ്ഥാനം സി ആണ്. ഇവയ്ക്കിടയിലുള്ള നേർരേഖാദൂരം എന്ന് പറഞ്ഞാൽ 70 മീറ്റർ. 70 ബൈ സമയം. അപ്പൊ സമയം ഏതാ എടുക്കേണ്ടത് സംശയം തോന്നും. നമ്മൾ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സഞ്ചരിച്ച ദൂരം, ഡിസ്റ്റൻസിന് എത്ര സമയമാണ് ഇവിടുത്തെ അതേ സമയം തന്നെയാണ് സ്ഥാനാന്തരം കാണുമ്പോഴും. ഇവിടെ എത്രയാ? 10. അപ്പൊ സമയത്തിന് മാറ്റില്ല, സമയം 10. അപ്പൊ എത്ര കിട്ടി? 7 മീറ്റർ/സെക്കൻഡ്. അതാണ് പ്രവേഗം. ഇനി what is the velocity of the body if it has taken 5 seconds to reach A back from C? സിയിലേക്ക് എത്താൻ 5 സെക്കൻഡ് എടുത്തു എന്നുണ്ടെങ്കിൽ what is the velocity of the body if it has taken 5 seconds to reach A back from C? സിയിൽ നിന്ന് എയിലേക്ക് എത്താൻ 5 സെക്കൻഡ് ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ, 5 സെക്കൻഡ് ആണ് സിയിൽ നിന്ന് എയിലേക്ക് എത്താൻ 5 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റി ആണ് ചോദിച്ചിരുന്നത്. ഡിസ്പ്ലേസ്മെന്റ് മാറ്റം വരില്ല. അവിടെ നിന്ന് ഇവിടെ എത്താൻ 70 മീറ്റർ എടുത്തു. 70/5 കിട്ടും. 70/5 എത്ര കിട്ടും? 14 മീറ്റർ/സെക്കൻഡ്. കാരണം ഇത് വേറെ മോഷനായിട്ട് കൺസിഡർ ചെയ്യാണ്. അല്ലാതെ എയിൽ നിന്ന് ബി വഴി സി തിരിച്ച് എയിലേക്ക് എത്തി. അങ്ങനെ മൊത്തം കൺസിഡർ ചെയ്താൽ അന്ത്യസ്ഥാനവും ഒന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിസ്പ്ലേസ്മെന്റ് 0. നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. സിയിൽ നിന്ന് എയിലേക്ക് ഉള്ള ആ സഞ്ചാരം വേറെ എടുത്ത് അത് വേറെ ആയിട്ട് കണക്കാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇനി കമ്പയർ ദ വെലോസിറ്റി ഓഫ് ദ ബോഡി when it reached C from A and also when it reached A from C. Compare the velocity of the body when it അപ്പോൾ അവിടെ സമയത്തിലാണ് മാറ്റം. ആദ്യം 10 സെക്കൻഡ് ആയിരുന്നു എടുത്തത്, ഇപ്പോഴോ 5 സെക്കൻഡ് ആണ്. അപ്പൊ ടൈം ടേക്കൺ കുറയുന്ന സമയത്ത്, ആസ് ടൈം ടേക്കൺ ഡിക്രീസസ്, എന്ത് സംഭവിക്കുന്നു? ദ വെലോസിറ്റി ഇൻക്രീസസ്. സഞ്ചരിക്കാൻ എടുത്ത സമയം കുറയുമ്പോൾ പ്രവേഗം കൂടുന്നു. അതാണ് മാറ്റം. കാരണം ആദ്യത്തെ കേസിൽ 10 സെക്കൻഡ് കൊണ്ടാണ്, രണ്ടാമത്തെ കേസിൽ 5 സെക്കൻഡ് കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും 7 ഉണ്ടായിരുന്നത് ഇരട്ടി. സമയം പകുതിയായപ്പോൾ പ്രവേഗം ഇരട്ടിയായി. അപ്പൊ ആ സഞ്ചരിക്കാൻ സ്ഥാനാന്തരത്തിന് എടുത്ത സമയം കുറയുമ്പോൾ പ്രവേഗം കൂടുന്നു. ഇത്രയും കാര്യങ്ങളാണ്. എല്ലാ പ്രോബ്ലം ചെയ്ത് പഠിക്കണം, കാണാതെ ചെയ്ത് നോക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും. പ്രോബ്ലം ചെയ്യാനുള്ള സ്കില്ല് 8ാം ക്ലാസ്സിൽ നിന്ന് നിങ്ങളത് ഡെവലപ്പ് ചെയ്യണം. അതിന്റെ സ്റ്റെപ്പുകൾ നമ്മൾ പറഞ്ഞു. ഒരിക്കൽ കൂടി പറയാണ്, ആദ്യം തന്നിരിക്കുന്ന വാല്യൂസ് എഴുതുക. അതോടൊപ്പം തന്നെ ഒരു ശീലം നിർബന്ധമായിട്ടുണ്ടാകണം. എന്നത് ആ യൂണിറ്റ് അനുയോജ്യമാണോ എന്ന് നോക്കണം. ചിലപ്പോൾ സമയമൊക്കെ മിനിറ്റിൽ തരും, അത് സെക്കൻഡിലേക്ക് മാറ്റണം. അങ്ങനെ ചിലപ്പോൾ യൂണിറ്റ് നമ്മളെ ചതിച്ചു തരും. ആ ഒരു ശീലം ഉണ്ടാകണം. അല്ലെങ്കിൽ ഉയർന്ന ക്ലാസ്സുകളിൽ ഫിസിക്സിലെ കണക്ക് എല്ലാവരും തെറ്റിക്കും. ഓക്കെ, അപ്പോൾ ചെയ്ത് പഠിക്കും.